സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആമി വന്ന പാടെ തന്നെ ഭയങ്കര ഓവറായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ശ്രീകാന്ത് അത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിന്നെക്കാട്ടിലും കുറച്ചുകൂടി ഓവറാണ് ആമി എന്നും കൂടി പറയുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവളുടെ ഉള്ളിലുള്ള പൊസസീവ്നെസ് ഒക്കെ പുറത്തേക്ക് ചാടുന്നുണ്ട്. മാക്സിമം തൻ്റെ അടുത്ത് തന്നെ സച്ചിയെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ആമിയാണെങ്കിൽ റൂമിൽ തന്നെ കയറി വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊന്നും തന്നെ നമ്മൾ രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മിനിഞ്ഞത്തെ എപ്പിസോഡിൽ നീലിമ ശ്രുതിയോട് പറയുന്നുണ്ടായിരുന്നു, ഞാനേ നിന്റെ വീട്ടിലേക്ക് എന്നെ ആളെ ഇറക്കും, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ നീലിമ പറഞ്ഞല്ലോ. അച്ഛമ്മയുടെ നാട്ടിൽ തന്നെ വേണമെങ്കിൽ ഞാൻ ആളെ ഇറക്കും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പോയിന്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. നീലിമ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ആമി വന്നിരിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞത് കാനഡയാണ്. കാനഡ തന്നെയാണല്ലോ നീലിമയുള്ളത്. അതുപോലെ തന്നെ അച്ഛമ്മയുടെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ ആമി പണ്ട് അച്ഛമ്മയുടെ നാട്ടിലായിരുന്നല്ലോ. ഇവർ റിലേറ്റീവ്സ് ഒന്നുമല്ല, പകരം നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിലത്തെ പണ്ടത്തെ സുഹൃത്താണ്. നമ്മുടെ സച്ചിയുടെ കളിക്കൂട്ടുകാരിയാണ് ഈ ഒരു ആമി. അപ്പൊ നമ്മുടെ നീലിമ പറഞ്ഞതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും തോന്നിക്കാണുമല്ലോ. അതെ, ആമി നമ്മുടെ നീലിമ പറഞ്ഞയച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ചാരപ്പണി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സച്ചിയുടെ ഇഷ്ടവും കരുതലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സുധിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആമി ഇവിടെ വന്നിരിക്കുന്നത്. സച്ചിയാണ് സുധിയുടെ ചേട്ടനെന്നുള്ള അനിയനെന്നുള്ള കാര്യമൊന്നും നമ്മുടെ നീലിമയ്ക്ക് അറിയില്ല. പക്ഷെങ്കിൽ ഈ വീട്ടിലാണ് സുധി താമസിക്കുന്നതെന്നും സുധിയുടെ വീടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നീലിമയ്ക്കറിയാം. അങ്ങനെയാണ് നീലിമ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ സച്ചിയാണ് തന്റെ കളിക്കൂട്ടുകാരെന്ന് പറയേണ്ട കാര്യം ആമിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീലിമയോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നീലിമയും ആമിയും ശരിക്കും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. നീലിമ ആ ഒരു കാശുകൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് പോയതും വേറെ കുറെ ബിസിനസ്സൊക്കെ പടുത്തുയർത്തിയതും. അതിനെല്ലാം തന്നെ ആമിക്കും കൃത്യമായ പങ്കുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് പോലും ഈക്വൽ ആയിട്ടുള്ള ഷെയർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആമിക്കൂടെയുള്ള കാശാണല്ലോ ഇപ്പോൾ നമ്മുടെ സുധിക്ക് തിരികെ ഇവള് കൊടുത്തിരിക്കുന്നത്. ഈ പണത്തിന് പകുതി തിരികെ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള കാര്യവും നമ്മുടെ ആമിയോട് നീലിമ പറയുന്നുണ്ട്. ഈ സുധിയുടെ ഫോട്ടോയും കാണിച്ച് സുധിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ആമി ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതിയോട് പറയല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ കാനഡയിൽ വെച്ച് തന്നെ ഈ ഒരു പണത്തിന്റെ കാര്യം രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആമിയും അതുപോലെ തന്നെ നീലിമയും. ആ സമയത്ത് ശ്രുതിയുടെ ഫോട്ടോ നീലിമയെ ആമിയെ കാണിക്കുമ്പോ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ഇന്നതാണ് നാടെന്നും ഇന്നതാണ് അവരുടെ വീട്ടുപേരെന്നും ചന്ദ്രോദയമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആമി പറയുന്നുണ്ട്, ചന്ദ്രോദയത്തിലെ സുധിയാണോ? അതെന്റെ ഫ്രണ്ടിന്റെ ഏട്ടനാണ് എന്ന് പറയുമ്പോ ആണോ എന്ന് നീലിമ ചോദിക്കാണ്. ആഹാ, ഇവനാണോ? ഈ സുധിയെ ഞാൻ അങ്ങനെ വലിയായിട്ട് കണ്ടുപരിചയൊന്നുമില്ല. ഇവന്റെ ഒരു അനിയനുണ്ട്, അയാള് സച്ചിദാനന്ദ പേര്. അയാളാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു. കുഞ്ഞുനാളില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് എന്നൊക്കെ ആമി പറയാണ്. അപ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഈ സുധി എന്ന് പറയുന്നവനാ എന്റെ കയ്യിന്ന് 50 ലക്ഷം രൂപ അടിച്ചെടുത്തത് എന്ന് പറയുമ്പോ ആമി പറയുന്നുണ്ട്, അടിച്ചെടുത്തതല്ലോ, അതെന്റെ അച്ഛന്റെ കാശല്ലേ എന്ന് ചോദിക്കുമ്പോ നീലിമ പറയാണ്, അത് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് നിനക്കറിയാലോ. ആ കാശ് നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നും നിനക്കറിയില്ലേ എന്ന് ചോദിക്കാണ്. ഈ സുധി ഉണ്ടല്ലോ, അവന്റെ അച്ഛനെ പറ്റിച്ച കാശായത്. അവന് ഇതിൽ യാതൊരു അവകാശവും ഇല്ല. പിന്നെന്തിനാ അവനെ തിരിച്ചു മേടിച്ചത്? ആ പണം എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവനെന്നെ പറ്റിച്ചെന്നും നാട്ടിൽ നിന്നപ്പോ അവന്റെ ഭാര്യയും അവനും കൂടി ശരിക്കും വേണ്ടേന്ന് ആ പൈസ മേടിച്ചു, എന്നെ നാണം കെടുത്തി എന്നൊക്കെ നീലിമ ആമിയോട് പറയുന്നുണ്ടായിരുന്നു. ഇതിന് ഞാൻ നാട്ടിൽ പോയിട്ട് ഈ ഒരു സ്ഥലത്തിന്റെ കേസ് ഒന്ന് തീർപ്പാക്കട്ടെ, എന്നിട്ട് വേണം അവനിട്ടെണ്ണ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് നീലിമ നാട്ടിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴാണല്ലോ സുധിയെ കടത്തിക്കൊണ്ട് പോയതും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും സച്ചി രക്ഷപ്പെടുത്തിയൊക്കെ. അപ്പോൾ നീലിമ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് ആമിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ആമിയോട് പറയാണ്, ഇനിയിപ്പോൾ അവനെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം കുറച്ച് റിസ്കാ. അകത്തു നിന്നുള്ള കളി നടക്കുള്ളൂ, നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. ആമി ചോദിക്കാണ്, ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിന്റെ കൂടെ ഞാനും വന്നാ എന്തേന്ന് ചോദിക്കുമ്പം നീലിമ പറയാണ്, ഇപ്പൊ അത്യാവശ്യം ഇതാണ്, സുധിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടേ ഞാൻ തിരികെ പോന്നുള്ളൂ, അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം മറ്റാളെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് ആമിയും വരുന്നുണ്ട്. ശരിക്കും നീലിമ വിളിച്ച പ്രകാരമാണ് കേട്ടോ ആമി വരുന്നത്. സച്ചിയോട് അവിടൊക്കെ പഴയ സൗഹൃദം ഉണ്ട് എങ്കിൽ പോലും സുധീരിട്ട് നല്ല പണി കൊടുക്കാൻ വേണ്ടി നീലിമ പറഞ്ഞയച്ചാണ് ഈ ആമീനെ.
ശ്രുതി കൊടുക്കാനുള്ള ആ 50 ലക്ഷം രൂപ നീലിമയ്ക്കും ഇവക്കൂടി ഉള്ളതാണ് കേട്ടോ. ആമിക്കും രണ്ടുപേരും കാനഡയില് ഇപ്പൊ അത്യാവശ്യം ഇപ്പോ മോശം നിലയിലാണ്. ഈ ക്യാഷ് അവരിൽ നിന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് നീലിമയ്ക്ക് നല്ല ദേഷ്യമാണല്ലോ. നീലിമയുടെ ഫ്രണ്ടും കൂടിയാണ് ഈ ആമി. അതുകൊണ്ട് തന്നെയാണ് ആമി നീലിമ വിളിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാണ് അവള് ചന്ദ്രോത്തിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി കൊടുത്തു കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും വർഷയ്ക്ക് ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. രേവതിക്കാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ശ്രുതിയും വരുന്ന സമയത്ത് നീലിമയെ കാണുമ്പോൾ അവർക്കും വലിയ താല്പര്യമൊന്നും തോന്നില്ല കേട്ടോ. ശ്രുതിക്ക് എന്നെ അറിയില്ല, ഈ സച്ചിയാണല്ലോ അവിടെ കൂടുതലും എന്റെ കൂടെ നിന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു ഈ ആമി വന്നാല് എവിടെ കിടക്കും എന്നുള്ളത്. എന്തായാലും ഇപ്പൊ ചന്ദ്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ രവി അച്ഛനവിടുന്ന് മാറിക്കൊടുക്കാൻ കേട്ടോ. എന്തായാലും ഇനിയിപ്പോ രവീന്ദ്രൻ ഹാളിലെ സോഫയിൽ കിടന്നോളായെന്ന് മക്കളോട് പറയുന്നുണ്ട്. റൂം പ്രശ്നമൊന്നും അവൾ അറിയിക്കണ്ടെന്നും ഈ മുറിയിൽ സ്വസ്ഥമായിട്ട് കിടന്നോട്ടേന്നും അച്ഛൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒഴിവാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിയാണല്ലോ ഹാളിലാണല്ലോ കിടക്കുന്നത്. രാത്രിയില് ആരും കാണാതെ ഇവള് പുറത്തേക്ക് ഇറങ്ങാണ് നമ്മുടെ ആമി കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയതിനു ശേഷം വെളിയിൽ നിന്നുകൊണ്ട് ഫോൺ സംസാരിക്കുന്നുണ്ട്. നീലിമയായിരിക്കും അവളെ കോൾ ചെയ്യുന്നത്. എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാവരെയും ഒന്ന് പഠിച്ചു തരുന്നതേ ഉള്ളൂ. എന്തായാലും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാനൊരു അപ്ഡേഷൻ കൊടുക്കാം. അല്ല ശ്രുതിയും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നീലിമ. ഉണ്ട്, ആ ഒരു ഹാള് തറയിലേക്ക് എടുക്കുന്നേ. തറയിലോ? അതെന്താ അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല, ചില റൂമിന്റെ എല്ലാം ഷോർട്ടേജ് കൊണ്ടായിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. നമ്മുടെ കാശിന്റെ കാര്യത്തില് വല്ല തീരുമാനമായോ? അല്ല ആ 50 ലക്ഷം അവരെവിടെ വെച്ചേക്കുന്നതെന്ന് എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും ആമി പറയുന്നുണ്ട്, നീ എന്ന് പറഞ്ഞതുപോലെ അത് ആ ബിസിനസ്സിന് വേണ്ടി മുടക്കിയെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുമോ എന്ന് ചോദിക്കാണ്. അതൊന്നും എനിക്കറിയില്ല, രണ്ടെണ്ണത്തിനെയും എങ്ങനെയെങ്കിലും പൂട്ടണം, എനിക്ക് ആ കാശ് തിരികെ വേണം, അതാണ് നിന്റെ ഡ്യൂട്ടി, നീ ഓർത്തോളം എന്നൊക്കെ പറയാണ്. ശരി, നീ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഇതുപോലെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, അല്ലെങ്കിൽ സംശയമാകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമയാണെങ്കിൽ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം ഒളിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട്. ശ്രുതി കാണുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നില്ല, കാണുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ വരുന്ന കണ്ടിട്ട് ഓടിപ്പോയി കിടക്കാണ്. അങ്ങനെ ആമി ഡോർ അടിച്ചിട്ട് മോളത്തെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് നല്ല സംശയമുണ്ട് ഈ വന്നിരിക്കുന്നത് ആരായെന്നുള്ളത്. ശ്രുതിയെ അവൾ വിളിക്കുന്നു കേട്ടോ. ശ്രുതി ചോദിക്കാണ്, എന്താ രാത്രിയിലെ ശ്രുതി, നിനക്ക് ഉറക്കമില്ലേ എന്ന് ചോദിക്കുമ്പം അതല്ല, ആ പെണ്ണ് ആരാ എന്ന് ചോദിക്കുമ്പം നിനക്കറിയില്ലേ, അച്ഛമ്മയുടെ നാട്ടുകാരിയാ, സച്ചിയുടെ ഫ്രണ്ടാ എന്നൊക്കെ പറയുമ്പം അതല്ല, അവൾക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട്, അവൾ എവിടെ നിന്നാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, കാനഡ എന്നെങ്ങാണ്ട എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കാണ്, അല്ല ശ്രുതി നീ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ വാക്ക് എവിടെയോ കേട്ടിട്ടില്ലേ, അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് കാനഡ, ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയുമ്പോ ശ്രുതി പറയാണ്, കാനഡ നമ്മൾ കേട്ടത് ആ നീലിമ കാനഡക്കാരിയാണല്ലോ, അവളുടെ വായിനായിരിക്കും കാനഡ എന്ന് കേട്ടത്. അപ്പോഴേക്കും ശ്രുതി ആ ഫോൺ കോളിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അല്ല ശ്രുതി നീ ആലോചിച്ച് നോക്കിയേ, നമ്മളെ ലാസ്റ്റ് ആയിട്ട് ആ നീലിമ വിളിക്കുമ്പോ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ, വീടിന്റെ അകത്തേക്ക് തന്നെ ഞാൻ ആളിറക്കും, അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് തന്നെ ആളിറക്കുമെന്ന് പറഞ്ഞൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അത് ശരിയാണല്ലോ, അത് പറഞ്ഞത് ശരിയാണല്ലോ എന്നൊക്കെ ശ്രുതി പറയുമ്പം എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നുന്നു, ഇവളാണെങ്കിലോ കാനഡയിൽ നിന്ന് വന്നേക്കുന്നത്, നീലിമയും കാനഡ തന്നെ ഉള്ളവളാ, അത് മാത്രല്ല അച്ഛമ്മയുടെ നാട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത് ഇവള്, അതുപോലെ തന്നെ ഈ നീലിമ പണ്ട് ഇവിടെയൊക്കെ തന്നെ ഉള്ളവളല്ലേ, അപ്പൊ ഇവർ രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കാണുമോ, ഇന്ന് നീലിമയായിരിക്കോ ഇവളെ പറഞ്ഞയച്ചത് എന്നൊക്കെ ചോദിക്കാണ്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ വെളിയിൽ നിന്ന് ആരുടെ ഫോൺ സംസാരിക്കുകയായിരുന്നു രഹസ്യമായിട്ട്, എന്നിട്ട് അകത്തേക്ക് കയറി പോവാൻ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവൾക്ക് മുറിയിൽ നിന്ന് സംസാരിച്ച പോരെ എന്ന് ചോദിക്കാണ്. ശ്രുതി പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാ, ഇനി നീലിമയെങ്ങാനും ഇവളെ പറഞ്ഞയച്ചതായിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ഇവളുടെ അടുത്ത് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം, ഇവളുടെ പിന്നില് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ കേട്ടോ. ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ആണോ, അങ്ങനെ സംശയമുണ്ടോ നിനക്ക്? അതേ ശ്രുതി, എനിക്ക് നല്ല സംശയമുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവള് നീലിമയുടെ ഫ്രണ്ട് ആവാനാ ചാൻസ്, നമ്മുടെ രഹസ്യങ്ങൾ അറിയാനും നമ്മളെ ഒറ്റ കൊടുക്കാനും നമ്മളെ പിടികൂടാനായിട്ട് ഇവൾ ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്താണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇവള് സർപ്രൈസ് ആയിട്ട് ലാൻഡ് ചെയ്യണ്ട, എന്ത് കാര്യമുള്ളത്, അതും നീലിമയി പറഞ്ഞ സെക്കൻഡിൽ തന്നെ, ഇതിനകത്തൊക്കെ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. ശ്രുതി നീ ഒന്ന് സൂക്ഷിക്കണം, അവൾ ഇങ്ങോട്ട് വരും ഇണങ്ങാനൊക്കെ, അതൊന്നും നീ അനുവദിച്ചു കൊടുക്കരുത്. സച്ചിന് പിന്നാലെ അവൾ നടക്കുന്ന ഇപ്പോ രേവതിക്ക് ഒട്ടും ഇഷ്ടമില്ല, അതുപോലെ തന്നെ ശ്രീകാന്തിനും വലിയ താല്പര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് അടിച്ചെടുക്കാനുള്ള എന്തെങ്കിലും സംഭവം നമ്മൾ ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിലേ ഇത് ചിലപ്പോ നമുക്ക് തന്നെ പണിയാകും എന്ന് അവൾ പറയാൻ കേട്ടോ.
ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് സൂക്ഷിച്ചേക്കാം. ഈ നീലിമയുടെ ആളാണെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവളുടെ ഒരു ഗണ്ണൊക്കെ കാണും. ഗണ്ണോ? അതെ, എന്നെ തട്ടിക്കൊണ്ട് പോയപ്പോഴേ അവളുടെ ഒരു തോക്കുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്റെ ഈശ്വര, ഇനി ഇവളുടെ കയ്യിലും കാണാം തോക്ക് കാണുമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ശ്രുതി പറയാണ്, ചാൻസ് ഉണ്ട്, കാനഡ എന്നൊക്കെയല്ലേ വന്നത്. ഏയ്, ചാൻസ് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ച് അതൊക്കെ പിടിച്ചു വെക്കത്തില്ലേ എന്ന് ചോദിക്കാം കേട്ടോ ശ്രുതി. എന്റെ ശ്രുതി നീ ഇങ്ങനെ പൊട്ടനാവരുത്. നീലിമയുടെ ഫ്രണ്ടാണെങ്കിൽ ഇവക്ക് നേരെ നീലിമ എടുത്തു പോയിട്ട് അവളുടെ അത് തോക്ക് കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ, ഇവിടെ ആരും പിടിക്കത്തൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നാളെ നമുക്ക് അവളുടെ ലഗേജ് ഒക്കെ ഒന്ന് അരിച്ചു പറക്കിയാലോ. ഏയ്, അതൊന്നും വേണ്ട. അതെങ്ങാനും ഇവിടെ ആരെങ്കിലും കണ്ടാലേ നമ്മളെ പൈസ മോഷ്ടിക്കാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പൊല്ലാപ്പാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രാത്രി രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട്. റൂമിനുള്ളിലാണെങ്കിൽ ആമി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ശ്രുതിയെ അങ്ങോട്ട് ട്രാപ്പ് ചെയ്യുക, എങ്ങനെയാണ് ആ പടം പിടിച്ചെടുക്കുക എന്നൊക്കെ ഇവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെയും ചിന്ത ശരിയായിരുന്നു. അവളുടെ ആ ഒരു ബോക്സിനകത്ത് ഒരു ഗണ്ണുണ്ട് കേട്ടോ. അവളതിങ്ങനെ എടുത്ത് നോയിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാന്ന് കേട്ടോ. ഇവള് രാവിലെ എണീച്ച് കുളിച്ച് സുന്ദരിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് രേവതിനെ കൊണ്ട് സച്ചി പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. ആഹാ, രേവതി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ആ രേവതി എന്നും രാവിലെ കുളിക്കും. ഇപ്പോഴല്ലേ ഇങ്ങനെ, നേരത്തെ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് കോലമൊക്കെ വരച്ച് ഇതിനൊക്കെ ചായ വരെ കൊണ്ട് കൊടുക്കുമായിരുന്നു എന്ന് പറയുമ്പോ, പണ്ട് എന്റെ അമ്മ എങ്ങനെയായിരുന്നു രേവതി? സച്ചിയോട് ചോദിച്ചു നോക്കിയോ. രാവിലെ എണീച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മുറ്റത്ത് കോലമൊക്കെ വരച്ച് വിളക്കൊക്കെ കത്തിച്ച് എന്തൊരു ഐശ്വര്യമായിരുന്നു അറിയാവോ. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പറയുമ്പോ സച്ചി പറയുന്നുണ്ട്, ആ പഴയ കാലത്തിനൊക്കെ എന്ത് നല്ല ഓർമ്മയാല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും അടുക്കളയിലായിരിക്കും. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ ഇല്ലാത്തോണ്ടാ ശ്രീകാന്തും വർഷ അടുക്കളയിൽ കയറിയത്. അതുകൊണ്ട് ഇവിടെ ഒരാള് സന്തോഷം അടക്കാം, എന്റെ ഏട്ടന്റെ ഭാര്യ ശ്രുതി. അവളെ 2-3 ദിവസം എന്റെ അച്ഛമ്മയിട്ട് കഷ്ടപ്പെടുത്തി. ഇപ്പൊ അച്ഛമ്മ പോയപ്പോഴേ അവളെ സന്തോഷിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വർഷയും ശ്രീകാന്തും കൂടിയിട്ട് അടുക്കളയിലെ തകൃതിയായിട്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാണ്. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഹാളില് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതിനെയും കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് സച്ചി അടുത്തിരിക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആമി വന്നിട്ട്, സച്ചി എന്റെ അരികിലേക്ക് വന്നിരുന്നേ, എത്ര നാളെ ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രേവതിയുടെ ദേഷ്യമൊക്കെ നമ്മുടെ വർഷ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിക്കാണെങ്കിൽ ഇവള് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട്, ഞാൻ വാരത്തില്ല സച്ചിക്ക്, എത്ര കാലം വാരത്തിന്നിട്ട് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കാണ്, അതെന്താ സച്ചിയുടെ കൈയില്ലേ വാരി കഴിക്കാൻ? സച്ചിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ. അല്ല, ഞങ്ങള് ചെറുപ്പകാലത്ത് ഇങ്ങനെയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുക്കുമായിരുന്നു. അത് ചെറുപ്പത്തിലല്ലേ, ഇപ്പൊ രണ്ടുപേരും വളർന്ന് വലിയ ആൾക്കാരായില്ലേ എന്നും രേവതി ചോദിക്കുമ്പം, വലുതായാലെന്താ, ഞങ്ങളുടെ മനസ്സിപ്പോഴും ആ കൊച്ചു കളിക്കൂട്ടുകാരനെങ്കിൽ കളിക്കൂട്ടുകാരിലെ അല്ലേ സച്ചി എന്നും ചോദിച്ചുകൊണ്ട് അവള് വീണ്ടും വാരി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതിയുടെ മുഖത്തെ കലിപ്പാണെങ്കിൽ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. സച്ചിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോ സച്ചി പറയുന്നുണ്ട്, സാരില്ല, മതി എന്നൊക്കെ പറയുമ്പോ, ഇനി നീ എനിക്ക് വാരത്താ, ഞാൻ വാരത്തുന്നില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും സച്ചി പേടിച്ചുകൊണ്ട് വാരി കൊടുക്കാണ്. ഇത് കാണുന്ന രേവതിക്കാണെങ്കിൽ കലിപ്പ് വന്നിട്ട് വയ്യാട്ടോ. വർഷ പറയുന്നുണ്ട്, ഇങ്ങനെ വേണം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാല്. ഹോ, എനിക്കില്ലല്ലോ ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പിന്നെ ഫ്രണ്ട് കണ്ടച്ചാങ്ങണ മതി എന്നും പറഞ്ഞ് അവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ എല്ലാരും കഴിച്ചതിനൊക്കെ ശേഷം ആമി പോയിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ മലേഷ്യയില് എവിടെയാണെന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാരും മുമ്പേ ചെറുക്കോട്ട് ചോദിക്കുന്നത്, അവളെങ്ങനെ ഉരുണ്ട് കളിക്കാണ്. പറ, മലേഷ്യയില് എന്റെ ഫാമിലിയൊക്കെ മലേഷ്യയിലെ. ഇപ്പോ എവിടെയാന്ന് വെച്ചാൽ പറ, അവിടെ എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, എന്റെ ഫ്രണ്ട്സും എന്റെ നെയ്ബേഴ്സും ഒക്കെ ഉണ്ട് അവിടെ. എവിടാന്ന് പറഞ്ഞാല് നമുക്ക് ഞാനൊന്ന് വരുവൊക്കെ ചെയ്യാലോ, അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാലോ എന്ന് ചോദിക്കുമ്പോ രവി പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ഇപ്പൊ ഒരു ജയിലിലാണ് ഉള്ളത്, മലേഷ്യയിലെ ഒരു ജയിലില്. അപ്പോ നമ്മുടെ ആമി പറയുന്നുണ്ട്, ഏത് ജയിലിലാണെന്ന് പറ. എന്റെ ഒരു അങ്കിളാണെങ്കിൽ ഒരു ജയിലിന് അവിടുത്തെ ഒരു പോലീസ് ഓഫീസറാ. പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽപ്പായിട്ട് എന്തെങ്കിലും ചെയ്തു തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ രവി പറയാണ്, മോളെ അതൊരു നല്ല കാര്യമല്ലേ, മോളൊന്ന് പറ ഏത് ജയിലിലാണെന്ന്. അങ്ങനെയാകുമ്പോ ആമയുടെ അങ്കിൾ ഉണ്ടെങ്കിൽ മോക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനും പറ്റൂല അച്ഛനോട്, അങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞുണ്ട്, അച്ഛ അത് പിന്നെ എന്റെ അച്ഛൻ മിനിങ്ങാന്ന് എന്നെ വിളിച്ചിരുന്നു, അവിടുത്തെ ഒരു വാർഡിന്റെ കയ്യിൽ നിന്നും ഫോൺ കിട്ടി, അച്ഛൻ വിളിച്ചതാ, അച്ഛന്റെ കുഴപ്പമൊന്നുമില്ല, 2 മാസത്തിനുള്ളിൽ ഇറങ്ങുമെന്ന് അച്ഛൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ആമി പറയാണ്, എങ്കിലും ആ ഒരു ജയിൽ എവിടെയാണെന്നും അച്ഛൻ അഡ്രസ്സും കൊടുത്താ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം. അവിടെ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ നല്ല പരിചയമുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ശ്രുതിയാണെങ്കിൽ അയ്യോ എനിക്ക് പാറിലേക്ക് പോകാൻ സമയം പോയി, നമുക്ക് വൈകിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. സച്ചി പറഞ്ഞിട്ടുണ്ട്, പാർലാട്ടത്തിൽ എപ്പ ഈ മലേഷ്യയിലെ കാര്യം ചോദിച്ചാലും ഇങ്ങനെ ഉരുണ്ട് പഠിച്ച് ഓടുന്ന കാണാം. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണെന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആമി മനസ്സിൽ കരുതാണ്, മലേഷ്യയില് നിന്റെ ആരാ ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കൂടി എന്ന് പറയുന്നു കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ കള്ളങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടിയാണ് കേട്ടോ ആമി ശരിക്കും വന്നിരിക്കുന്നത്. ആമി ചോദിക്കുന്നുണ്ട്, സച്ചി ഞാനിങ്ങോട്ട് വന്നിട്ട് കുറെ കാലായി, എനിക്ക് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കാണണം, നീ എന്ന് കൊണ്ടുപോവോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും സച്ചി പേടിയോടെ രേവതി നോക്കുന്നുണ്ട്. അപ്പൊ രേവതി ചോദിക്കാണ്, അല്ല സച്ചിയേട്ടാ, സച്ചിയുടെ നോട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോ ആമി പറയുന്നുണ്ട്, രാവിലെ സച്ചി പറഞ്ഞല്ലോ ഇന്ന് ഓട്ടമൊന്നും ഇല്ലാന്ന്. അപ്പോഴേക്കും രേവതി ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട് കേട്ടോ. രേവതി പറയാണ്, എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം. അപ്പൊ അച്ഛൻ ചോദിക്കാണ്, മോളെ വയ്യാത്ത കാലം കൊണ്ട് മോൾ എങ്ങനെ പോവാനാ എന്ന് ചോദിക്കാണ്. ഈ സമയത്ത് രേവതി പറഞ്ഞിട്ട്, അല്ല വർഷേ നിനക്ക് ഇന്ന് പോണോ, മോളൊന്ന് അവരോട് പോയിട്ട് വരുമോ എന്ന് ചോദിക്കാണ്. അയ്യോ ചേച്ചി, എനിക്കിനി നല്ല ധൃതിയുള്ള ദിവസമാണ്, ഇന്നലെ തന്നെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തല്ലേ, ഇനി ഒട്ടും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആമി പറയാണ്, അയ്യോ രേവതി എന്തിനാ പേടിക്കുന്നേ, എനിക്ക് കൂട്ടൊന്നും വേണ്ട, കാനഡയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്, പിന്നെ ഈ നാട് കറങ്ങാനാണോ എനിക്ക് കൂട്ട് വേണ്ടത്, എൻ്റെ കൂടെ സച്ചിയില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി മനസ്സിൽ അത് തന്നെയാ എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും മാമിയും കൂടെ പോകുന്നത് രേവതി കുശുമ്പോട് കൂടി നോക്കിയിരിക്കാൻ കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ആമയോട് ചോദിക്കാണ്, അല്ല എങ്ങോട്ടേക്കാ പോകണ്ടേ എന്ന് ചോദിക്കുമ്പം കുറേ സ്ഥലങ്ങൾ കാണണം, ഇന്ന് മൊത്തം സച്ചി ഞാൻ വിടില്ലെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല ആമി, കാരണം നീ കണ്ടതല്ലേ രേവതിയുടെ അവസ്ഥ, ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചെങ്കിലും അവൾക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ വേണം പോലും ആരെങ്കിലും സഹായം വേണം, അച്ഛനെയൊക്കെ അത് നമുക്ക് വിളിക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ തന്നെ അരികെ വേണം. വർഷ ശ്രീകാന്തും ഇപ്പൊ പോവും, പിന്നെ പാർലടത്തിന്റെ കാര്യം പറയണ്ട, അവൻ രാവിലെ തന്നെ മുങ്ങും, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ നിന്നെ കൂട്ടി കറങ്ങാൻ ഇറങ്ങിയാൽ അത് ശരിയാവില്ലെന്ന് പറയുന്നുണ്ട്. ആ എന്നാ പിന്നെ നീ അങ്ങനെ വിഷമിക്കണം കേട്ടോ, എന്നെ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ ഇറക്കിയിട്ടേ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, അവളുടെ കൂടെ ഞാൻ കറങ്ങാൻ പോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, വേറൊന്നും വിചാരിക്കരുത്, രേവതിക്ക് വയ്യാത്തോണ്ടല്ലേ എന്ന് പറയുമ്പം അതൊന്നും സാറില്ല സച്ചി, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. എനിക്കിവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, എൻ്റെ ഫ്രണ്ടും കൂടെ വരും, ഞങ്ങൾ രണ്ടുപേരും ടാക്സി വിളിച്ചോ മറ്റെങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ഫ്രീ ആകുമ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം, രേവതിയുടെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, എനിക്ക് ഹേർട്ടാവുന്ന നീ ഒരിക്കലും ഓർക്കണ്ട, രേവതിയുടെ അവസ്ഥ ഞാൻ കണ്ടതല്ലേ എന്നും പറഞ്ഞിട്ട് അവള് നേരെ ഹോട്ടലിലേക്ക് സച്ചി കൊണ്ടുവിടുമ്പോൾ അവിടുന്ന് കയറി ഹോട്ടലിലേക്ക് പോകാൻ കേട്ടോ. സച്ചി തിരികെയും വരുന്നുണ്ട്. ഈ സമയത്ത് ഇവള് പോയത് ശരിക്കും നീലിമനെ കാണാനുണ്ടോ. അവിടെ വെച്ചും സച്ചി നീലിമനെ കാണാതെ മിസ്സാവാണ്. അങ്ങനെ ആമിയാണെങ്കിൽ നേരെ നീലിമ അടുത്തേക്ക് പോകുന്നുണ്ട്. നീലിമ ചോദിക്കാണ്, അല്ല നീ എങ്ങനെ വന്നെന്ന് ചോദിക്കുമ്പം അവിടെ എൻ്റെ പഴയ കളിക്കൂട്ടുകാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, സുധീരാണിയൻ അവൻ കൊണ്ടുവിട്ടു എന്ന് പറയാണ്. അല്ല ആർക്കെങ്കിലും സംശയമുണ്ടോ നീ എന്തിനാ വന്നേന്? ഒരു സംശയമില്ല, ഞാൻ അവർക്കൊക്കെ പണ്ട് കാലത്തിട്ട് അറിയാവുന്നവരല്ലേ, പിന്നെ എങ്ങനെ എന്നെ സംശയിക്കാനാ എന്ന് ചോദിക്കാണ്. നീലിമ ചോദിക്കുന്നുണ്ട്, അല്ല സുധീരൻ കാര്യം എന്തായി, എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഉള്ളൂ, 3-4 ദിവസം അവിടെ കാണുമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നേ, രണ്ടിനെയും ഞാൻ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കി തരാം, നീ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയുന്നു കേട്ടോ. അത് മതി, രണ്ടും എന്നെ പറ്റിച്ച് 50 ലക്ഷം രൂപ മേടിച്ചതാ, അത് മാത്രമല്ല എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു, അത് പിന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ എന്ന് നീലിമ ചോദിക്കാണ്. ആമി പറയുന്നുണ്ട്, അവളിൽ കാശൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നില്ല, നീ പറഞ്ഞ ശ്രുതിയെക്കുറിച്ചും ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു, അവക്ക് ഈ പറഞ്ഞ പോലെ വലിയ സമ്പത്തുണ്ടെന്നും എനിക്ക് തോന്നില്ല, പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് വലിയ കോടീശ്വരിയാണെന്നും അവളുടെ അച്ഛൻ മലേഷ്യക്കാരനാണെന്നൊക്കെയാണ്, അതിലും എന്തൊക്കെയോ കള്ളത്തിലുണ്ടെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഞാൻ മലേഷ്യയിൽ അവളുടെ അച്ഛൻ എവിടാന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം ഉരുണ്ട് കളിച്ചു, സ്ഥലപ്പേര് പോലും പറയാനറിയില്ല. ശേഷം അവളുടെ അച്ഛൻ ജയിലിൽ അറിഞ്ഞപ്പോൾ ജയിലിൽ എൻ്റെ ഒരു അങ്കിളുണ്ടെന്നും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടെന്നാ അവൾ പറഞ്ഞത്. എന്തൊക്കെയോ കള്ളത്തരം അപ്പോൾ അവളുടെ മുഖത്ത് മിന്നി മറിയുന്നുണ്ടായിരുന്നു. അവനോട് ചോദിച്ചു, എൻ്റെ കളിക്കൂട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയാം, ഈ പാർലേട്ടത്തി പറഞ്ഞ എല്ലാം കള്ളാണ്, ഈ അങ്ങനെ പറയുന്ന മലേഷ്യയിലെ അച്ഛനെ ആരും കണ്ടുകൂടിയില്ലെന്നാ പറഞ്ഞത്, അവൾക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ പറയുന്നുണ്ട്, അവൾ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഒന്നും അറിയണ്ട, എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, എൻ്റെ ആ 50 ലക്ഷം രൂപ അവൻ എന്ത് ചെയ്തു,
ആ വീട്ടിലുണ്ടോ? അങ്ങനെയെങ്കിൽ എനിക്ക് ആ പൈസ എടുക്കണം എത്രയും പെട്ടെന്ന് എന്ന് പറയാണ്. ആമി പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ഏറ്റോളാം, നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്കൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. തിരിച്ചങ്ങനെ നീലിമ ഹോട്ടലിലേക്കും ഇവള് നേരെ ചന്ദ്രോത്തിലേക്കും ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും പുറത്തുനിന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവള് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നമ്മുടെ ആമി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതിന്താ ഈ ഹാളിൽ കിടക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും രവി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ കാര്യമെന്ന് അവള് ചോദിക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവിടെ 3 മുറിയല്ലേ ഉള്ളൂ, ഞങ്ങളാണെങ്കിലോ ഇവിടെ 4 കപ്പിളുണ്ട്. രേവതിച്ച് സച്ചിയേട്ടനവാ അവർ ഹാളിൽ കിടന്നുകൊണ്ടിരുന്നത്. ചേച്ചിക്ക് ഇപ്പൊ സുഖമില്ലാത്തോണ്ടാ ചേച്ചി റൂമിൽ കിടക്കുന്നേ, അതുകൊണ്ടാ ഇവരുടെ റൂമില് ഇങ്ങോട്ടേക്ക് മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. അയ്യോ, അപ്പൊ അങ്കിളിന്റെ മുറിയിലാണ് ഞാൻ കിടക്കുന്നത്, അങ്കിളിനെ ഞാൻ പുറത്താക്കിയോ അങ്കിളെ എന്ന് ചോദിക്കുമ്പം അതൊന്നും സാരയില്ല മോളെ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാണ്. അല്ല ആന്റി എപ്പോ വരുന്ന് ചോദിക്കുമ്പോ ഇനി ഒരാഴ്ചയോടെ കഴിയുമ്പോൾ വരുമായിരിക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ ആമി ചോദിക്കാണ്, അല്ല നിങ്ങൾക്ക് മുകളിലേക്ക് ഒരു മുറി പണിതൂടെ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, എടിപിടിന്ന് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? 7 ലക്ഷം രൂപ വേണം മുകളിലൊരു മുറി പണിയണമെങ്കിൽ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കാണ്. അല്ല ശ്രീകാന്ത് സ്വന്തം ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നേ? അല്ല, ഞാൻ അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യാണ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയാണ്, ഞാൻ കുറെ തവണ പറഞ്ഞതാ, എൻ്റെ അച്ഛൻ പറഞ്ഞതാ ഇവനൊരു ഹോട്ടൽ തുടങ്ങാന്ന്, എന്നിട്ട് ഇവൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, എനിക്ക് എൻ്റെ സ്വന്തം കാശിന് ഒരു ഹോട്ടൽ എന്ന് തുടങ്ങുന്നോ അന്നേ ഞാൻ തുടങ്ങുള്ളൂ, അല്ലാതെ മറ്റാരെയും കാശ് ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും ഒന്നും മിണ്ടാതിരിക്കാണ്. ശ്രുതിയോട് ആമി ചോദിക്കാണ്, അല്ല ശ്രുതിയേട്ടാ, നമുക്കും കുഞ്ഞുകാലനാളിലൊക്കെ നമ്മൾ കണ്ടുള്ളവരല്ലേ, എന്നോട് മിണ്ടിന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ല നിങ്ങൾ ഷോറൂം എപ്പോഴാണ് തുടങ്ങി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല പേടിയാവുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, 2-3 മാസം മുമ്പാ ഇവര് ഷോറൂം തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ആണോ? അല്ല അതിനുള്ള ക്യാഷൊക്കെ എവിടെ നിന്ന് കിട്ടി? അല്ല ബാങ്കിൽ ലോൺ വല്ലതും എടുത്താണോ? അങ്ങനെ അറിയാൻ വേണ്ടി ചോദിച്ചാട്ടോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല എൻ്റെ അച്ഛനാ കാശ് അയച്ചു കൊടുത്തത് എന്ന് പറയാണ്. ഓ അങ്ങനെയാണോ? അതെന്തായാലും നല്ലൊരു മുതൽക്കൂട്ടായില്ലെങ്കിൽ എന്ന് ചോദിക്കാണ്. പിന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഇടപെടുന്നു കരുതല്ലേ, ഇവര് കുഞ്ഞാവട്ടെ എനിക്കറിയാലോ, എല്ലാവരും ഏത് പൊസിഷനിലെത്തിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് ചോദിക്കാണ്. അല്ല സച്ചി, നീ എന്താ ചെയ്യുന്നേ? നീ ഇപ്പൊ കാറോടി തന്നെയാണെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ കാറോടി തന്നെയാ, എൻ്റെ ദൈവമാണ് ആ വണ്ടി എന്ന് പറയുന്നുണ്ട്. അല്ല രേവതി എന്ത് ജോലി ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, അവളെ ഈ അമ്പലത്തിലേക്ക് പൂ കിട്ടുന്ന ജോലിയാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചിരിച്ചുകൊണ്ട് പറയാണ്, അതെ ഒരു പൂക്കാരി എന്ന് പറയുമ്പം ആമി ചോദിക്കാണ്, അതെന്താ ഇത്ര പുച്ഛിക്കാൻ? അമ്പലത്തിലെ ദൈവങ്ങൾക്ക് വേണ്ടിയല്ലേ രേവതി പൂ കിട്ടുന്നത്, അല്ലാതെ വേറൊന്നിനു വേണ്ടിയല്ലല്ലോ. ശ്രുതിയാണെങ്കിൽ ഏതൊക്കെയോ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് മുഖം മസാജ് ചെയ്ത് അവർ കാലയിലും പിടിച്ച് അവരുടെ മുടിയും കഴുകി അങ്ങനത്തെ ജോലിയിൽ ചെയ്യുന്നത്, അതിലും എത്രയോ ഭേദമാ രേവതി ചെയ്യുന്നത് എന്നും ചോദിച്ചിട്ട് തിരിച്ചൊരു കുത്തുകൂടി നമ്മുടെ ശ്രുതിക്ക് കൊടുക്കാം കേട്ടോ. ശ്രുതി ഒന്ന് ചമ്മിപ്പോകുന്നുണ്ട്. രേവതിക്ക് അത് കേട്ടപ്പോൾ ഇച്ചിരിയൊക്കെ ഒന്ന് സോഫ്റ്റ് കോർണർ ആമയോട് തോന്നിക്കുന്നുണ്ട്. വർഷയുടെ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവള് ഒന്ന് ആലോചിക്കാണ്, ഈ പൈസ ഇവനോടുന്ന് റോൾ ചെയ്ത് ആ ഒരു ഏകദേശം സമയമൊക്കെ നീലിമ കൊടുത്ത സമയമാണല്ലോ, പൈസ കൊടുത്ത സമയം, അതിനെക്കുറിച്ചൊക്കെ അവളിങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്നിട്ട് രവിയോട് ചോദിക്കുകയാണ്, അല്ല അങ്കിളിപ്പോൾ ആ ഡ്രൈവിംഗ് നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പം എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല മോളെ, ജോലി ഒന്നുമില്ല, ആകെപ്പാടെ ഒരു മുരടിപ്പാ, ഇങ്ങനെ തള്ളി നീക്കുന്നു. അല്ല അങ്കിളിനെ ഈ PF-ഉം മറ്റ് ഇൻക്രിമെന്റും ഒക്കെ ഇല്ലേ, ഈ സാധാരണ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പം അങ്ങനെയൊക്കെ കിട്ടുമല്ലോ, അത് വലിയൊരു തുക കാണില്ലേ, അതുകൊണ്ടെങ്കിൽ അങ്ങനൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നാമി അതൊരു വലിയ കഥയാ, എൻ്റെ അച്ഛനെ 1-2 അല്ല 50 ലക്ഷം രൂപ കിട്ടിയതാ, അതുകൊണ്ട് മുടിപ്പിച്ചു ഈ പൊട്ടൻ എന്ന് പറയുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കാണ്. അല്ല പണ്ടേ ഇവന്റെ ഈ രേവതിനെ കല്യാണത്തിനായിരുന്നു അച്ഛൻ്റെ തീരുമാനം. ആ സമയത്തെ ഇവന് ആ പണപ്പെട്ടി ആ 50 ലക്ഷം രൂപ കൊടുക്കാന്നേ അച്ഛൻ പറഞ്ഞിരുന്നതാ. ഇവൻ എന്ത് ചെയ്തു? ഇവന് വേറൊരു കാമുകി ഉണ്ടായിരുന്നു, ആ കാമുകിക്ക് കൊണ്ട് ഈ 50 ലക്ഷം രൂപ കൊടുത്തു. ആ കാമുകി എന്തു ഇവനെ പറ്റിച്ചിട്ട് ആ പൈസയും കൊണ്ട് അവളങ്ങ് മുങ്ങി. അവസാനമോ സുധീനെ കാണാനില്ല, ഇവനെ എവിടെയോ മുങ്ങി, അതുകൊണ്ടാ എൻ്റെ രേവതിയെ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ തവണയും ഈ കഴിഞ്ഞ തവണയൊക്കെയാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ എങ്ങനെ ഇവൾ എൻ്റെ തലയിലായെന്ന് പറഞ്ഞല്ലോ, അത് കേട്ട് അവൾ ഒത്തിരി കരഞ്ഞുകൊണ്ടായിരിക്കും പേടിച്ചിട്ട് ഇത്തവണ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റി എനിക്ക് രേവതിയെ കിട്ടിയതെന്നാക്കിയത് കേട്ടോ. ഓഹോ അങ്ങനെയൊക്കെ വലിയ സ്റ്റോറി നടന്നു സച്ചി എന്ന് ചോദിക്കാണ്. അതെ
അപ്പൊ പിന്നെ ഇവർ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടി, ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെയാ എന്ന് ചോദിക്കാണ്. ശ്രുതിയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെ ഒരു ഷോയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. രണ്ടുപേരുടെ പേര് തന്നെ ഒരു സാമ്യം തോന്നി. ആ സമയത്ത് ഞങ്ങൾ ആ വൈഫ് ഹസ്ബൻഡുമായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്കൊരു റാങ്കും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചേ അല്ല ശ്രുതി എന്ന് ശ്രുതി ചോദിക്കാണ്. ആണോ, അപ്പൊ വർഷയുടെ ശ്രീകാന്തിന്റെ ലവ് സ്റ്റോറിയോ എന്ന് ചോദിക്കുമ്പം ആ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് ഞങ്ങൾ ലവ് സ്റ്റോറി. പക്ഷേ കൊടുമ്പിരി കൊണ്ട പ്രേമമായിരുന്നു. കാത് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ സമയത്തൊക്കെ ഇവിടെ എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് അറിയൂ എന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെ ഒരു കല്യാണ സമയത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സച്ചി പറയാണ് കേട്ടോ. ആ ഇത്രയൊക്കെ സംഭവിച്ചല്ലേ, സച്ചി ഒന്ന് വിളിക്കെങ്കിലും ചെയ്താല് ഇതെല്ലാം പറഞ്ഞൂടെ എന്ന് ചോദിക്കാണ്. എന്ത് ചെയ്യാനാ, വിവാഹത്തിന് ശേഷം ഓരോ തിരക്കല്ലേ, നീ കല്യാണം കഴിച്ചില്ലല്ലോ, അത് കഴിയുമ്പോൾ അറിയാം എന്ന് ആമിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആമയാണെങ്കിൽ ഈ 50 ലക്ഷം രൂപ സുധീരെ അച്ഛനയച്ചു കൊടുത്താണെങ്കിൽ അവർ 50 ലക്ഷം രൂപ ഒന്നുകിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ഈ പണം അടിച്ചുകൊണ്ട് പോയതാണല്ലോ, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാൻ യാതൊരു ചാൻസ് ഇല്ലെന്ന് ആമ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും ശ്രീകാന്തും വർഷയും എല്ലാവരും ജോലിക്കൊക്കെ പോയതിനു ശേഷം സച്ചിയും ഓട്ടത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. രേവതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിട്ട് അവൾ പറഞ്ഞത്. അങ്ങനെ രേവതിനെ അവളുടെ മുറിയിൽ കൊണ്ടേക്ക് എടുത്തതിന് ശേഷം ഇവൾ പറയുന്നുണ്ട്, ഞാനേ പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് വരാം, അകത്തിരുന്ന് ബോറടിച്ചു എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ അഭിനയിക്കാണ്. എന്നിട്ട് നേരെ ശ്രുതിയുടെ ആ ഒരു മുറിയിൽ കയറിയിട്ട് ഇങ്ങനെ ശ്രുതിയുടെ മുറിയിലാണ് ഇപ്പോൾ നമ്മുടെ രേവതി കിടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളെല്ലാം പോയിട്ട് ഇവരുടെ ബാങ്ക് പാസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പാണ്. രേവതി നല്ല ഉറക്കമായിരിക്കും കേട്ടോ, അവിടെ രേവതി ഒന്നും അറിയുന്നില്ല. ബാങ്ക് പാസ്ബുക്കിലൊക്കെ നോക്കിയിട്ടും അങ്ങനെ 50 ലക്ഷം രൂപ ഇട്ടതായിട്ട് യാതൊരു അറിവുമില്ല. ശേഷം പോയിട്ട് ശ്രുതിയുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവര് ഇതിലൊന്നും അല്ല തുടങ്ങിയിരിക്കുന്നത്, മറ്റേതോ വഴിയിലാണ്. അങ്ങനെയാണെങ്കിൽ നീലിമ കൊടുത്ത ക്യാഷ് ഇവരാ ഷോറൂം തുടങ്ങാൻ ഉപയോഗിച്ചെന്നുള്ള കാര്യം ആമി മനസ്സിലാക്കാണ്. ശേഷം ആമി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നീലിമയോട് പറയുന്നുണ്ട്, അവരെന്തായാലും ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അവരുടെ പാസ്ബുക്ക് ചെക്ക് ചെയ്തു, രണ്ടുപേരെ പാസ്ബുക്കിലും ഇല്ല. അത് മാത്രമല്ല ആ വീടാകെ ഞാൻ അരിച്ചു പറക്കി എല്ലാ മുറിയിലും നോക്കി, അങ്ങനെ ഒരു ക്യാഷ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും അതിവിടെയല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഷോറൂമിൽ അവര് ആ ക്യാഷ് വെച്ചിട്ടിരിക്കില്ല, അപ്പോൾ ഉറപ്പാണ് അവര് ആ ക്യാഷ് കൊണ്ടാ ആ ഷോറൂം തുടങ്ങിയത് എന്ന് നീലിമ പറയുന്നുണ്ട്. അല്ല അതാ വീട്ടുകാർക്കറിയില്ലെന്ന് ചോദിക്കുമ്പം ആമി പറയുന്നുണ്ട്, ഇല്ലില്ല, അവള് പറഞ്ഞിരിക്കുന്നത് അവളുടെ അച്ഛൻ കൊടുത്ത പൈസയാണെന്നാ. ഇവിടെ ആർക്കും ആ പണം കൊണ്ടാണ് ഷോറൂം തുടങ്ങിയെന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഇപ്പോഴും ഒരു ഇതിലേക്കും ചെല്ലാതെ എഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാ. ആരുടെയും കയ്യില് വലിയ പൈസയൊന്നും ഇല്ല. ഈ ശ്രുതി മാത്രം ശ്രുതിയുടെ അച്ഛനും കൊടുത്താണെന്ന് പറഞ്ഞിട്ടാ ഈ ക്യാഷും കൊണ്ട് ആ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നേ എന്ന് മാമി പറയുന്നുണ്ട്. ഓഹോ അങ്ങനെയാണല്ലേ, എങ്കില് ഒരു തീപ്പുരയുള്ള സമയമായല്ലോ എന്ന് ഈ ആമിയോട് പറയുന്നുണ്ട്. ആമി പറയുന്നുണ്ട്, നീ പറഞ്ഞാൽ മതി എന്താ ചെയ്യേണ്ടതെന്ന്, രണ്ടിനെയും കൈയോടെ പിടിക്കട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ട ഞാൻ പറയാം, നീ വെയിറ്റ് ചെയ്യ്, അവിടെ തന്നെ കാണണം എന്നും നീലും പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയും കൂടി ഷോപ്പ് അടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതി പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ആമയില് എനിക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന്. അവള് ചോദിക്കുന്ന കേട്ടില്ലേ കട എങ്ങനെ തുടങ്ങിയെന്നൊക്കെ ചോദിച്ച് കിള്ളി ചോദിക്കുന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ ഇന്ന് മിണ്ടാതിരിക്കുക, എനിക്ക് തല പെരുക്കുന്നു. നീലിമ അവളൊക്കെ പോയി കാണും, നീ ഇപ്പം മിണ്ടാതെ വാ. സച്ചി പോയിട്ടെ എല്ലാത്തിനും നല്ല കൊട്ടാ കൊടുത്തത് എന്നും പറഞ്ഞ് രണ്ടുപേരും പോവാണ്. ഇവർ പോകുന്നത് അടുത്തിരുന്ന കാറിൽ നീലിമ കാണുന്നുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ട് പോവും, നിനക്കിട്ടുള്ള പണിയൊക്കെ ഞാൻ തരുന്നുണ്ട്. നിന്റെ വീട്ടിലാരും ഈ 50 ലക്ഷത്തിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല അല്ലേ, എങ്കിലേ രണ്ടും വീട്ടിൽ നിന്ന് പുറത്താവാൻ തയ്യാറായിക്കൂ എന്നും പറഞ്ഞ് നീലിമയാണെങ്കിൽ ഇങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നു കേട്ടോ. എന്തായാലും നിന്റെയൊക്കെ കയ്യിൽ നിന്ന് ഞാൻ ആ കാശ് മേടിച്ചിട്ട് തിരിച്ച് പോവുള്ളടാ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ ശ്രുതിയും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതി പറയാണ്, എന്തായാലും എനിക്ക് അവളുടെ മുറി ഒന്ന് ചെക്ക് ചെയ്യണം. അജയ് അതൊക്കെ മോശമല്ലേ, അവളുടെ മുറി ചെക്ക് ചെയ്യുന്ന ആരും കണ്ട എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം അതൊന്നുമില്ല ഞാൻ ചെക്ക് ചെയ്യും എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ ചെന്നതിന് ശേഷം നീലിമയുടെ ആമിയുടെ മുറി നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആമി ഇവിടെ ഇല്ല, ആമി പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞത് നമ്മുടെ ശ്രുതി കേട്ടോ. അങ്ങനെയാണ് ധൈര്യത്തോട് കൂടിയിട്ട് ആമിയുടെ മുറി ഒന്ന് ചെക്ക് ചെയ്യുന്നത്. നോക്കുമ്പം അവൾ വെച്ചിരുന്ന സാധനം എല്ലാം തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ. ഓരോ ഇതും അവൾക്ക് അവിടെ കിട്ടുന്നില്ല. അവൾ നിരാശയോടുകൂടി പുറത്തേക്ക് ഇറങ്ങാണ്.
ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, അവളെല്ലാം ലോക്കാക്കി വെച്ചിരിക്കാം എന്നും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം നോക്കി ആമി അങ്ങോട്ട് വരാണ്. അല്ല എന്താ ശ്രുതി, ശ്രുതി എപ്പോ വന്നു എന്ന് ചോദിക്കാണ്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി എന്ന് പറയുന്നുണ്ട്. വരൂ നമുക്ക് മുറിയിൽ നിന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഞങ്ങൾ ടയർഡാ, ഞങ്ങൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങ് വാന്നേ നമുക്കിന്ന് സംസാരിക്കാലോ എന്നും പറഞ്ഞിട്ട് അവരെ അകത്ത് കയറ്റിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ ഡോർ അടയ്ക്കുന്നേ? എന്താ ശ്രുതി നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, എങ്കിൽ വന്നിരിക്കുക കട്ടിലേൽ എന്നും പറഞ്ഞ് രണ്ടുപേരെയും കട്ടിലേൽ ഇരുത്താണ് കേട്ടോ. എന്നിട്ട് ആമി നേരെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ആമി പറയുന്നുണ്ട്, അല്ല ശ്രുതി, നീ ആ ഷോപ്പ് തുടങ്ങിയ കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അതിന് അച്ഛൻ നൽകിയ കാശാ. അല്ല അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഞങ്ങളുടെ കാശുണ്ട്, ഞങ്ങൾ ഷോറൂം തുടങ്ങി. അതിപ്പോ നിന്നെ അറിയിക്കേണ്ട കാര്യം എന്താ? എങ്കിലേ കാര്യമുണ്ട്. നീ ആ ഷോറൂം തുടങ്ങിയതേ നിന്റെ അച്ഛനകത്ത് കാശല്ല, ഇവന്റെ അച്ഛൻ്റെ കാശാ. 50 ലക്ഷം രൂപയും കണ്ടാ നീ ഷോറൂം തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയും കൂടെ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ടെൻഷനിലാണ് രണ്ടുപേരും. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് 2 നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാം കേട്ടോ. ഒരുപാട് ലെങ്തിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കണേ. ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.